അതിക്രമത്തെ നിസ്സാരമായി കാണാൻ കഴിയില്ല. പാർലമെന്റ് ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നത് സംഭവത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. ഏറെ ഗൗരവമേറിയ വിഷയമെന്നാൽ പ്രതിപക്ഷം രാഷ്ട്രീയവത്കരിക്കുകയെന്ന ആരോപണം തന്നെയാണ് പ്രധാനമന്ത്രിക്കുള്ളത്. വാഗ്വാദങ്ങൾക്ക് ഇടമില്ലെന്നും വാദപ്രതിവാദങ്ങൾ അന്വേഷണങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറയുന്നു. കേസ് അന്വേഷണം ആഴത്തിൽ നടത്താനുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേസിന്റെ ഉദ്ദേശവും കാര്യകാരണങ്ങളും കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾ പരിശ്രമിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒരു ഹിന്ദി പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. बात इसकी नहीं है कि किसकी आइडियोलॉजी वाला कूदा या वहां आया. बात इसकी है कि उसने वहां पर पहुंचकर जो किया है वो करने का उसको कहां से मौका मिला है, इस बात पर चिंता है. അതേസമയം കേസിൽ അന്വേഷണം തകൃതിയായി പുരോഗമിക്കുകയാണ്. രാജസ്ഥാനിലെ നഗൌരിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ പ്രതികൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു. കത്തിക്കരിഞ്ഞ നിലയിലാണ് അവശിഷ്ടങ്ങൾ. പാർലമെന്റ് അതിക്രമത്തിന്റെ മുഖ്യ ആസൂത്രകൻ ഒളിവിൽ താമസിച്ചിരുന്ന ഇടമാണ് നഗൌർ. ഇയാൾ 5 പ്രതികളുടെയും സെൽഫോണുകൾ നശിപ്പിച്ചിരുന്നതായി നേരത്തെ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ലളിതിന്റെ ഫോൺ കണ്ടെടുക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. കേസിൽ അറസ്റ്റിലായ ആറാമൻ മഹേഷിനെയും 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.